നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നവരത്ന മോതിരത്തിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. പലരും നവരത്ന മോതിരം ധരിക്കാറുണ്ട്. ജാതകം നോക്കിയും നോക്കാതെയും ഒക്കെ നവരത്ന മോതിരം ധരിക്കുന്നവരുണ്ട്. കണ്ട് അതിന്റെ ഭംഗി കൊണ്ട് ധരിക്കുന്നവരുമുണ്ട്. എന്നാൽ അതിന്റെ ഗുണഗണങ്ങൾ ലഭിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ധരിക്കുന്നവരുമുണ്ട്. എന്നാൽ ആദ്യം തന്നെ പറഞ്ഞു കൊള്ളട്ടെ, നവരത്ന മോതിരം ജാതകപ്രകാരം മാത്രമായിരിക്കണം ധരിക്കേണ്ടത്. അതിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. എല്ലാവിധ ജാതക ദോഷങ്ങൾക്കും നവരത്ന മോതിര ധാരണം ഒരു പരിധിവരെ പരിഹാരം തന്നെയാണ്. കാലസർപ്പദോഷം പോലെയുള്ള അതിപ്രധാനപ്പെട്ട ദോഷങ്ങളെ പോലും പരിഹരിക്കാൻ നവരത്ന മോതിരം ധരിക്കുന്നതിലൂടെ സാധിക്കും. എന്നാൽ ജാതകപ്രകാരം അത് ഹിതകരമല്ല എങ്കിൽ ദുരിതങ്ങളും വിതയ്ക്കുന്നതാണ്. ജാതകമില്ലാത്തവരോ ജനന സമയം അറിയാത്തവരോ ഒക്കെ ഒരു പരീക്ഷണത്തിനായിട്ട് നവരത്ന മോതിരം വേണമെങ്കിൽ ധരിക്കാവുന്നതാണ്. എന്നാൽ അതും നക്ഷത്രപ്രകാരവും സംഖ്യാശാസ്ത്ര പ്രകാരവും ഒക്കെ അനുകൂലമാണെങ്കിൽ ധരിക്കുന്നതാണ് കൂടുതൽ ഉത്തമം. അല്ലാത്തവർക്ക് അത് പരീക്ഷിച്ചു നോക്കി ധരിക്കാവുന്നതാണ്. ഉപയോഗിച്ച് ശുഭകരമല്ല എന്ന് തോന്നുന്ന പക്ഷം അത് കുടുംബത്തിലെ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ ആവശ്യമെങ്കിൽ നൽകാവുന്നതാണ്. ഇനി നമുക്ക് നവരത്ന മോതിരം പ്രതികൂലമാകാനുള്ള സാഹചര്യത്തെ ഒന്ന് പരിശോധിക്കാം. നവരത്ന മോതിരത്തിൽ ഉൾപ്പെടുന്നത് വളരെ ചെറിയ രത്നങ്ങളാണ്. ശുക്രന്റെ രത്നമായിട്ടുള്ള വജ്രം ഒഴിച്ച് മറ്റൊന്നും തന്നെ വലിയ ഫലപ്രദമല്ല എന്ന് തന്നെ പറയണം. അത് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നവരത്നങ്ങളിൽ ഏറ്റവും ശക്തിയുള്ള രത്നമാണ് ശുക്രന്റെ രത്നമായിട്ടുള്ള വജ്രം. ആ രത്നം അല്പമാണെങ്കിൽ പോലും മറ്റുള്ള രത്നങ്ങളെ ജയിച്ചു നിൽക്കുന്നതാണ്. നവരത്ന മോതിരങ്ങളിൽ എല്ലാ രത്നങ്ങളും 9 രത്നങ്ങളും ഒരേ വലിപ്പത്തിലും രൂപത്തിലുമാണ് ഘടിപ്പിച്ചിട്ടുണ്ടാകുക. അങ്ങനെ വരുമ്പോൾ ശുക്രന്റെ രത്നമായിട്ടുള്ള വജ്രം മറ്റുള്ള രത്നങ്ങളെക്കാൾ നല്ല ശക്തിയുറ്റതായിട്ട് മാറുന്നു. മറ്റുള്ള രത്നങ്ങളെ അപേക്ഷിച്ച് വജ്രം ഫലം കൂടുതൽ നൽകുന്നു. അങ്ങനെ അപ്രകാരം നവരത്ന മോതിരം ധരിക്കുന്ന വ്യക്തി ശുക്രന്റെ രത്നമായിട്ടുള്ള വജ്രം ധരിക്കുന്നതിന്റെ ഫലം കൂടുതലായിട്ട് ലഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശുക്രൻ പ്രതികൂലമായിട്ടുള്ള ജാതകമുള്ളവർക്ക് അത് പ്രതികൂലമായി ഭവിച്ചേക്കാം. അങ്ങനെ ശുക്രൻ ജാതകത്തിൽ ദോഷകാരിയാണ് എങ്കിൽ ആ വ്യക്തി നവരത്ന മോതിരം ധരിക്കുന്നതിലൂടെ ദോഷഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയും പറയണം. ദോഷകാരിയായിട്ടുള്ള ശുക്രന് ബലം വർദ്ധിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൂടുതലായിട്ട് ദോഷത്തെ ലഭിക്കുകയും ശുക്രന്റെ ശക്തി വർദ്ധിക്കുകയും ദോഷത്തിന്റെ കാഠിന്യം വർദ്ധിക്കുകയും ചെയ്യും. അത് ആ വ്യക്തിയെ കൂടുതൽ ദോഷഫലങ്ങൾ നൽകുന്നതിന് കാരണമാകും. എന്നാൽ ശുക്രന് അനുകൂലമായിട്ടുള്ളവർക്ക് നവരത്ന മോതിരം തീർച്ചയായിട്ടും ധരിക്കാവുന്നതാണ്. നവരത്ന മോതിരം എന്നത് വളരെ നല്ലൊരു രക്ഷാ കവചം തന്നെയാണ്. കാളസർപ്പദോഷത്തെ പോലും അതിന് മറികടക്കാനായിട്ട് സാധിക്കും. എന്നാൽ ശുക്രൻ ജാതകത്തിൽ അനുകൂലമായിട്ടുള്ളവർ മാത്രം അത് ധരിക്കുക. അല്ലാത്തവർ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് ഉചിതം. മറ്റുള്ളവർക്ക് അവരവരുടെ ഭാഗ്യ രത്നങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ധരിക്കാവുന്നതാണ്. അതാണ് കൂടുതൽ ഫലപ്രദം.